ഞാനിപ്പോൾ ഇതാ ഡിസ്കവറി ഗാർഡനിലുള്ളത്. ഞാനും മോള് വന്ന് വൈകുന്നേരം നടക്കാൻ വന്നതാണ്. വൈകുന്നേരം ഒരു 4 മണി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മഴയുണ്ട്. അബുദാബിയിലൊക്കെ ഇന്നലെ മഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ചെറുതായിട്ട് മഴ ചാറുന്നേ ഉള്ളൂ. മോള് പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. മോളെ ഇപ്പോൾ വീഡിയോയിലൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം, അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവൾക്ക് 8 മാസമായി. അപ്പം നമ്മളിങ്ങനെ രണ്ടാളും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. മോളെ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്, അവളെ കൂടെ കൂട്ട് വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ സ്ഥലങ്ങളെല്ലാം കണ്ടോ. മോളിതാ ഹായ്. കുഞ്ഞാവ വരാൻ പോകുന്നു. നെക്സ്റ്റ് മന്ത് മാർച്ച് ലാസ്റ്റാണ് ഡെലിവറി. അപ്പം അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുകയാണേ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഗ്രീനറിയാണ്. നമ്മളെ ആര്യവേപ്പില ഉണ്ടല്ലോ, അതാണ് ഫുള്ള് ഇവിടെയല്ലോ. നല്ല രസമാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബിൽഡിംഗ് ആണ്, അധികം ഹൈറ്റ് ഒന്നുമില്ല. ദുബായ് ഡിസ്കവറി ഗാർഡൻ. മരങ്ങളെല്ലാം കണ്ട ഇലയെല്ലാം കൊഴിഞ്ഞു വെക്കുന്ന സമയമായി ഇതിപ്പോൾ. ഇപ്പം നമ്മളിപ്പം പോകുന്നത് എവിടെയാന്ന്? ഒരു പാനിപ്പൂരി കഴിക്കാനുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത് അല്ലേ. ഇതിനടുത്ത് തന്നെ ഒരു പാനിപ്പൂരി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. ഉച്ചക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കാനുണ്ട്. അതെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. റോഡിലൊക്കെ കണ്ട ഇലയൊക്കെ കൊഴിഞ്ഞിട്ട്. ഇത് ക്ലീൻ ചെയ്യുന്നവർക്ക് നല്ല പണിയാണ്. ആ മെഷീൻ അങ്ങ് വെക്കലായിരിക്കും അല്ലേ ഇവിടെ. ഇതെല്ലാം ഇല വീണതല്ലേ. ഇതാ നോക്കിയാട്ടെ, പൂവ് ദൂരെ നോക്കുമ്പോൾ മഞ്ഞ എന്താ കുറച്ചു ഇല വീണിട്ടുണ്ട് ഇവിടെയെല്ലാം. ഒരു നാട്ടിൽ പോയ പ്രതീതിയാണ് ഇവിടെ വന്നാൽ. ചുറ്റും മരങ്ങൾ. ഞാൻ പറയും ഇവിടെ മുരിങ്ങേൻ്റെ മരം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. മുരിങ്ങക്കായും മുരിങ്ങ ഇലയെല്ലാം പറിക്കായിരുന്നു. ഇത് മൊത്തം ആര്യവേപ്പിലയാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ബിൽഡിങ്ങും ഒരേപോലെ വഴിയും. എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ ഫസ്റ്റൊക്കെ വരുമ്പോൾ കുറേ പ്രാവശ്യം വഴി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ മനസ്സിലായി. റൂട്ട് മാപ്പ് ഇട്ടിട്ട് വരും. അപ്പോൾ കറക്റ്റ് അവിടെ തന്നെ വരും. അല്ലെങ്കിൽ കൺഫ്യൂഷനാവും, മനസ്സിലാവുകയില്ല. നല്ല കാറ്റുണ്ട്. ഇല നല്ലോണം കൊഴിയുന്നുണ്ട. വേറെ ഏതോ ഫോറിൻ കൺട്രിയിലെല്ലാം പോയ പോലെയുണ്ട്. കണ്ടോ റോഡിൽ കണ്ട ഇപ്പോഴും കാറ്റിന് വന്നതാ ഇതല്ലോ. ഇപ്പം നമ്മൾ മെയിൻ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. ഇവിടെയാണ് ഇവർക്ക് ഗ്രോസറി ഒക്കെ വാങ്ങുന്ന സ്ഥലം. എല്ലാം ഓർഡർ ചെയ്താൽ അവർ വീട്ടിൽ കൊണ്ടുത്തരും. ഈ സൈഡിലാണ് കഫ്റ്റീരിയയും ഹോട്ടലും ഒക്കെ ഈ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് നടന്നാൽ മതി. മോളെ വീട്ടിൽ നിന്ന് കാണുന്ന മെട്രോ ബ്രിഡ്ജാണ് ഇത്. ഇടക്കിടക്ക് ഇങ്ങനെ ട്രെയിന് പോകുന്ന കാണാം മെട്രോ. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ ദോശ കഴിക്കാൻ പറ്റുണ്ടായിരുന്നു. സാരംഗ ഭോജനശാല. സാരംഗം ഭോജനശാല റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ദോശയൊക്കെ ആയിരുന്നു. ദോശയും ചന ബട്ടൂരയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ നിൻ്റെ പാനിപ്പൂരി കടയടിയാണ് അടുത്ത് തന്നെയാ. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നല്ല രസമില്ലേ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട്. മഴ പാറിപ്പാറി കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. കോടയൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിനി കടയിലോട്ട് പോകാം. അപ്പം നമ്മൾ നടന്ന് നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. പാനിപ്പൂരിൻ്റെ ഡൽഹി ധാബ.
അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാം. ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റ് ഇത് സാരംഗ ഭോജൻശാല. ഡൽഹി കാ ദാബ മിനി സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ തമിഴ്നാട്ടിലെല്ലാ സാധനങ്ങളും കിട്ടുമായിരിക്കും. തമിഴിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത പാനിപ്പൂരി വന്നിട്ടുണ്ട്. അത്രയാന്ന് 3, 6, 7 ഉണ്ടല്ലേ. നമുക്കവിടെ 6 കിട്ടും അബുദാബിയിൽ. അതിൻ്റെ മധുരമുള്ള സോസ്, സ്പൈസി സോസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ചാലോ? ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു പാനിപ്പൂരി എടുത്ത് അതിലോട്ട് ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മിൻറ്റ് ചട്നി. ഇനി പുളിയും ശർക്കരയും ഇട്ടത് അതിങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കുക. ഒറ്റയടിക്ക് വായിലോട്ട് അങ്ങ് തള്ളിക്കയറ്റണം കേട്ടോ. ഇതുപോലെ. നല്ല തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് അവിടെ നോർമൽ പുറത്തന്നെ വെക്കാറ് അബുദാബിയിലെ. ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സോസെല്ലാം വയറും തന്നെ കവളങ്ങിതായിപ്പോയി. നല്ല തണുപ്പുണ്ട്. എനിക്ക് അബുദാബിയിലെ ഇഷ്ടപ്പെട്ടത്. അബുദാബിയിൽ ഞാനെപ്പം കഴിക്കാൻ പോകുന്ന എൽഡോറാഡോ ബിൽഡിംഗ് ഉണ്ടല്ലോ. എൽഡോറാഡോ ബിൽഡിങ്ങിൻ്റെ അവിടെയുണ്ട് എവർഗ്രീൻ റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല അടിപൊളി പാനിപ്പൂരിയും ദഹി പൂരിയെല്ലാം കിട്ടും. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര തണുപ്പ് വന്നേ, വായി അങ്ങ് കോടിപ്പോകുന്ന പോലെയാണ്. അപ്പം നമ്മളിതാ പാനിപ്പൂരിയെല്ലാം കഴിച്ചിട്ടുണ്ട്. നമ്മൾ അബുദാബിന്നാണെങ്കിൽ എങ്ങനെയാണെന്നാ അവർ തരുക. ചാറ്റിൻ്റെ കോർണറിൽ പോയിട്ട് അവർ തന്നെ മിക്സ് ചെയ്ത് തരും. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഒരു സ്വീറ്റും ഉണ്ടാവും. അവസാനം തരുന്നതിൽ സ്വീറ്റ് തരുക. അപ്പോൾ ഈ എരിവെല്ലാം കൂടി ബാലൻസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി രാവിലേക്ക് ബ്രെഡ് വാങ്ങി. പിന്നെ വേറെ ഒരു പാനിപ്പൂരിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. മഴ കുറച്ച് അധികം പെയ്യുന്നുണ്ട്. അബുദാബിയുടെ ടേസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ പാനിപ്പൂരിക്ക്. അതുമല്ല ഇവിടെ പൈസ അധികമാണ്. അവിടെ 7 ദിർഹംസേ ഉള്ളൂ, ഇവിടെ 10 ദിർഹംസ് ഉണ്ട്. എല്ലാം കൊണ്ടും അബുദാബിയ ബെസ്റ്റ്. അപ്പം നമ്മളിതാ നടന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറെ ഒരു കടയിൽ വന്നിട്ടുണ്ട്, വേറെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. പുരൺമാൾ. പേരൊക്കെ കറക്റ്റ് വായിക്കണേ. നമ്മളെ മലയാളീസിന് വായിക്കുമ്പോഴേ ചിരി വരും, ഹിന്ദിക്കാർക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ രണ്ടാമത് വന്ന കടയിലെ പ്രൈസ് കണ്ടോ? എല്ലാത്തിനും വിലയധികമാണ്. നമ്മളെന്താ പറഞ്ഞാൽ ദഹി പൊട്ടറ്റോ പൂരി അല്ലേ, അതിന് 16.50. എല്ലാത്തിനും ഇവിടെ വില ജാസ്തിയുണ്ട്. എക്സ്ട്രാ സോസ് കൊണ്ടായിട്ടുണ്ട്. ഇതും ഭയങ്കര തിക്കന്നെ കേട്ടോ. മിൻറ്റ് ചട്നിയും സ്വീറ്റ് ചട്നിയും രണ്ടും കൂടി ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിക്കാം. കഴിച്ചോടി. അല്ല പകുതിയാക്കാം അല്ലേ? പകുതിയാക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഇതേ ഇവിടുത്തെ സെയിം പൊട്ടറ്റോ പൂരി നല്ല ടേസ്റ്റ് ഉണ്ട്. അബുദാബിയിലുള്ള പോലെ തന്നെയാണ്, സെയിം ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് വിലയുണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റ് സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളതുപോലെ പറയണ്ട അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളിതാ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്.
നമ്മളെ നാട്ടിലെ ഞാറ് നട്ട പോലെയുണ്ട്, ചെടി വെച്ചിട്ട് നണ്ട. മെട്രോ പോന്നാണ്ടോ? കഴിഞ്ഞു. നല്ല കാറ്റുണ്ട്, മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്. വഴി അറിയോ? വഴി അറിയോ? അവക്കെന്നെ ചിലപ്പോൾ മാറിപ്പോ. കുറേ നോക്കിയിട്ടൊക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ നടക്കുന്നതാണ്. എനിക്കൊന്നും പിന്നെ അറിയില്ല. അവള് കൊണ്ടുവന്നെടുക്കല്ലേ ഞാൻ പോകുന്നേ ഉള്ളൂ. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് കുറച്ച് നന്നായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഞാനിട്ട ശ്രഗ് തലയിലിട്ടിട്ടുണ്ട്. പനിയാറ്റം വന്ന് കിടപ്പിലായ പിന്നെ ഇവിടെ ആരോ നോക്കുക. ഈ സമയത്ത് നല്ല ചൂട് ചായ ഒക്കെ കഴിക്കേണ്ട സമയമാണ്. നമ്മൾ പോയിട്ട് നോർത്തുകാരെ പോലെ ബേൽപൂരി മറ്റേ നോർത്തിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് കഴിച്ചത്. പാനിപ്പൂരി, ദഹി പൊട്ടറ്റ പൂരി, അങ്ങനെയൊക്കെ. ഇവിടെ ചായയും വടയും പരിപ്പ് വടയും ഒക്കെ കഴിക്കേണ്ട സമയമാണ്. എത്താനായ നമ്മളെ വീട്ടിൻ്റെ അടുത്തോട്ട് എത്താനായി എന്നാ പറയുന്നത്. നോക്കട്ടെ, നല്ല കാറ്റുണ്ട്. എന്താ മോളെ വീട്ടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ഇതാണ് ലക്ഷ്യം വെച്ചത്. ഈ ലൊക്കേഷൻ ഇട്ടിട്ടൊന്ന് പോവുക. നേരെ കാണുന്നതാണ് നമ്മളെ വീട്. അതിലേ പോയിട്ട് രണ്ടാമത്തത്. ഓഹോ, എറ്റടിക്ക് നോക്കിയാട്ടെ, നിറച്ചു ഇലകൾ വീണിട്ടുണ്ട. ഇതാ ചെറുതായിട്ട് റോഡെല്ലാം നനഞ്ഞിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മളിതാ നടന്നിട്ട് നമ്മളെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. വഴിയൊന്നും മാറിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ രാത്രിത്തേക്ക് ചിക്കൻ 65 ഉണ്ടാക്കണം. പിന്നെ ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ബേബിയെല്ലാം വന്നതിന് ശേഷമായിരിക്കും, കുഞ്ഞാവ് വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി ബേബീനെ കാണാം കുറച്ച് കഴിഞ്ഞിട്ട്. ബൈ, സീ യു നെക്സ്റ്റ് ടൈം.